ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AGS ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കനകാംബരൻ മുതലാളി ഇപ്പോൾ ആതിരയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ ആഗ്രഹിച്ചതൊക്കെ സ്വന്തമാക്കിയിട്ടേ ഉള്ളൂ, ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പെണ്ണല്ല എന്ന് പറഞ്ഞ് ആതിര ഇപ്പോൾ അയാളെ പിടിച്ച് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ വീണ്ടും ആതിരയെ കയറി പിടിക്കുകയാണ് കനകാംബരൻ. ആതിര ഇപ്പോൾ അവിടെ ഇരുന്നൊരു ഫയലെടുത്ത് അയാളുടെ മുഖത്തേക്ക് അടിക്കുന്നുണ്ട്. അങ്ങനെ അയാളുടെ മുഖം മുറിയുന്നു. എടി എന്ന് വിളിച്ചുകൊണ്ട് വീണ്ടും ആതിരയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ആതിര മാറങ്ങോട്ടെ എന്ന് പറഞ്ഞ് അയാളെ ഇപ്പോൾ അവിടെ തള്ളി താഴേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഓടി രക്ഷപ്പെടുന്നു. എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടാൽ നീ എവിടെ പോകാനാ? നീ എൻ്റെ അടുത്തേക്ക് തന്നെ വരുത്തും ഞാൻ എന്നൊക്കെ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ കനകാംബരൻ. ശേഷം കാണിക്കുന്നത് ഗൗരിയാണ്. ഗൗരി ഇപ്പോൾ അലമാരയിൽ നിന്നും ഗൗരിയുടെ ഡ്രസ്സ് എടുക്കാൻ ഒരുങ്ങുന്നു. അപ്പോൾ കൈ തട്ടി കുറച്ച് തുണികൾ താഴേക്ക് പോകുന്നുണ്ട്. അതിൽ അർച്ചന ധരിക്കുന്ന ആ ഒരു പർദ്ദയും ഉണ്ടായിരുന്നു. അതിങ്ങനെ കയ്യിലെടുത്തിട്ട് ഗൗരി പറയുന്നുണ്ട്, ഇത് അച്ഛൻ്റെ കോട്ടല്ലല്ലോ. എന്നിട്ട് ആ പർദ്ദ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ നോക്കുന്നുണ്ട് ഗൗരി. നോക്കിയിട്ട് പറയുന്നുണ്ട്, ഉമ്മുക്കുൽസുവിൻ്റെ ഡ്രസ്സ് പോലെ. എന്നിട്ട് ആ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്നിങ്ങനെ നോക്കുകയാണ് ഗൗരി. ഞാനതൊന്ന് ഇട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞ് അത് ഇട്ട് നോക്കുകയും ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും കണ്ണാടിയിൽ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ എന്നെ കാണാൻ ശരിക്കും ഉമ്മുക്കുൽസിനെ പോലെ തന്നെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയാണ് ഗൗരി. ഈ സമയം ഗോകുൽ അവിടേക്ക് വരുന്നു. ഗോകുൽ ഇത് കാണുന്നുണ്ട്. ഗോകുൽ അങ്ങനെ ചിരിച്ചുകൊണ്ട് ഗൗരിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇത് കൊള്ളാമോ എന്ന് ചോദിക്കുന്നുണ്ട് ഗൗരി. ഇത് എവിടുന്ന് കിട്ടി എന്ന് ഗോകുൽ ചോദിക്കുമ്പോൾ അമ്മയുടെ അലമാരയിൽ നിന്നും കിട്ടിയതാണ്. എങ്ങനെയുണ്ട് അച്ഛാ എന്നൊക്കെ ഗൗരി ചോദിക്കുമ്പോൾ നന്നായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഗോകുൽ. ഈ സമയം അവിടേക്ക് അർച്ചനയും വരുന്നു. അർച്ചന ഇത് കണ്ടൊന്ന് ഞെട്ടി നിൽക്കുന്നുണ്ട്. അർച്ചനയെ കണ്ട പാടെ തന്നെ ഇപ്പോൾ ഗോകുൽ ചോദിക്കുന്നുണ്ട്, എടോ താനിത് കണ്ടോ? മോൾ എന്തായി കാണിച്ചത്? അത് ഒരിക്കേ എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ അർച്ചന. എന്താ അമ്മ ഇത്? ഞാനിത് കുറച്ച് സമയം ഇട്ടോട്ടെ, എനിക്ക് ഈ ഡ്രസ്സ് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് ഗൗരി പറയുന്നുണ്ട്. താൻ പർദ്ദ ഉപയോഗിക്കാറുണ്ടോ എന്ന് ഗോകുൽ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട് അർച്ചന. പിന്നെ തനിക്കിത് എവിടെ നിന്ന് കിട്ടി? താൻ വാങ്ങിയതാണോ അതോ ആരെങ്കിലും ഗിഫ്റ്റ് തന്നതാണോ എന്നൊക്കെ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ഗോകുൽ. അത് പിന്നെ ഞാൻ വാങ്ങിയതാ എന്ന് അർച്ചന പറയുമ്പോൾ എന്തിന് തനിക്കതിനിപ്പോൾ പർദ്ദയുടെ ആവശ്യം എന്ന് ചോദിക്കുന്നുണ്ട് ഗോകുൽ. വെറുതെ കഴിഞ്ഞ ദിവസം ഷോപ്പിങ്ങിന് പോയപ്പോൾ ഈ ഡ്രസ്സ് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നി, വെറുതെ ഒരു കൗതുകത്തിന് വാങ്ങി വെച്ചതാ എന്നൊക്കെ ഇങ്ങനെ കള്ളം പറയുന്നുണ്ട് ഇപ്പോൾ അർച്ചന ഗൂഗിളിനോട്. ഇത് കേട്ട് ഗൂഗിൾ പറയുന്നുണ്ട്, ഇത് വെറുതെ അങ്ങനെ ഒരു കൗതുകത്തിന് വാങ്ങി വെക്കേണ്ട വസ്ത്രമല്ല, ഇതൊരു പവിത്രമായ വസ്ത്രമാണ്. ഒരു മതവിഭാഗത്തിൻ്റെ വിശ്വാസം അനുസരിച്ച് ആ മതത്തിലുള്ള സ്ത്രീകൾക്ക് മാത്രം ധരിക്കാനുള്ള വസ്ത്രം എന്നൊക്കെ ഗൂഗിൾ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അതെനിക്കറിയാം. പഠിക്കുന്ന സമയത്ത് കൂട്ടുകാരികളുടെ പർദ്ദയ്ക്ക് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിടാറുണ്ട്, അതുകൊണ്ട് ഇത് കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നിയിട്ടാ. ഉടനെ ഗൂഗിൾ പറയുന്നു, ഈ വസ്ത്രം ധരിക്കുമ്പോൾ ഇതിൻ്റെ വിശുദ്ധി കളങ്കപ്പെടരുതെന്നേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു. ഇത് ഗൂഗിളിന് എന്താ ഞാനിത് വാങ്ങിയത് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് അർച്ചന ചോദിക്കുന്നുണ്ട്. അയ്യോ, എനിക്കൊരു ഇഷ്ടക്കുറവുമില്ല. കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് ആരതി സാക്ഷിയായി അനഘയെ കോടതിയിൽ ഹാജരാക്കിയത് ഇതുപോലെ ഒരു പർദ്ദ ധരിപ്പിച്ചിട്ടാണ്. ഈ വിശുദ്ധ വസ്ത്രം ഒരു മറയായിട്ടൊക്കെ പലരും ഉപയോഗിക്കാറുണ്ട്. ഒരു സത്യം തെളിയിക്കാനായതുകൊണ്ട് അത് കുഴപ്പമില്ല അല്ലേ? എന്തായാലും ഇവളിത് ചീത്തയാക്കുന്നതിന് മുമ്പ് താനിത് വാങ്ങി സൂക്ഷിച്ചു വെക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഗോകുൽ ഇപ്പോൾ അവിടെ നിന്നും പോവുകയാണ്. ഈശ്വര, ഗോകുലിന് എന്നെ എന്തെങ്കിലും സംശയം തോന്നിക്കാണുമോ? അതുകൊണ്ടായിരിക്കുമോ അനഘയുടെ ഉദാഹരണം പറഞ്ഞത്? ഒരു കാര്യം ഉറപ്പായി, എൻ്റെ ഓർമ്മകൾ തിരിച്ചു കിട്ടിയെന്നുള്ള സത്യം മറച്ചു വയ്ക്കാൻ ഇനി ഈ നിമിഷത്തിൽ കഴിയില്ല. എൻ്റെ ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് ആകെ ടെൻഷനോടെയും വിഷമത്തോടെയും നിൽക്കുന്നുണ്ട് ഇപ്പോൾ അർച്ചന. ശേഷം കാണിക്കുന്നത് ആതിരയാണ്. ആതിര ഇപ്പോൾ വളരെയധികം സങ്കടത്തോടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ നടന്ന സംഭവങ്ങളെല്ലാം ആലോചിച്ച് വളരെയധികം ടെൻഷനോടെ തന്നെ അവിടെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ ആതിര. അവിടേക്ക് ഇപ്പോൾ കമല വരുന്നു. കമല വന്ന് ചായ എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ എനിക്കിപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ് ആതിര. അനഘയും തൊട്ടരികിൽ തന്നെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ഇവൾക്കിത് എന്തു പറ്റി എന്നൊക്കെ ഇങ്ങനെ കമല ചോദിക്കുന്നുണ്ട്. ആതിരയ്ക്ക് എന്തോ ഒരു വിഷമമുണ്ട്, അതെന്തായാലും ഞാൻ ചോദിച്ച് അറിഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞ് അനഘ ഇപ്പോൾ ആതിരയുടെ അടുത്തേക്ക് ചെന്നിരിക്കുകയാണ്. ആതിര ഇപ്പോൾ റൂമിൽ ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. വീണ്ടും കനകാംബരൻ മുതലാളി തന്നോട് ചെയ്തതൊക്കെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഈ സമയത്താണ് ഇപ്പോൾ അനഘ റൂമിലേക്ക് വന്നിരിക്കുന്നത്. അനഘ വന്ന് ആതിരയുടെ തോളിൽ പിടിച്ചതും ആതിര ഒന്ന് ഞെട്ടുന്നുണ്ട്. ഇത് കണ്ട് അനഘയും പേടിച്ചു പോകുന്നു. എന്തു പറ്റി എന്ന് വളരെ പേടിയോടെ തന്നെ അനഘയും ചോദിക്കുന്നു. ഉടനെ അനഘ എന്ന് വിളിച്ച് അനഘയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ഇപ്പോൾ ആതിര. നിനക്ക് സഹിക്കാൻ പറ്റാത്ത എന്തോ ഒരു വിഷമം നിൻ്റെ മനസ്സിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നീ എന്താണെങ്കിലും എന്നോട് പറ, ഞാൻ ആരോടും പറയില്ല
എന്ന് അനഘ പറയുമ്പോൾ ആതിര പറയുന്നുണ്ട്, അയാൾ ആ കനകാംബരൻ മുതലാളി എന്നെ ഉപദ്രവിക്കാൻ വന്നു എന്ന് ആതിര പറയുന്നത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ഇപ്പോൾ അനഘ. അങ്ങനെ ഇപ്പോൾ അവിടെ നിന്ന് നടന്ന സംഭവങ്ങളെല്ലാം തന്നെ ഇപ്പോൾ അനഘയോട് പറയുന്നുണ്ട് ആതിര. എന്തായാലും എൻ്റെ ജോലിയുടെ കാര്യത്തിൽ ഇതോടൊരു തീരുമാനമായി. ഇനി ഞാൻ ആ വഴിക്ക് പോകില്ല എന്ന് ആതിര പറയുമ്പോൾ അനഘ പറയുന്നുണ്ട്, തൽക്കാലം നമുക്കിതിവിടെ ആരോടും പറയണ്ട, സച്ചേട്ടനൊക്കെ അറിഞ്ഞാൽ ഇതാകെ കുഴപ്പമാകും എന്ന് അനഘ പറയുമ്പോൾ ആതിര ചോദിക്കുന്നുണ്ട്, പിന്നെ നമ്മൾ എന്ത് ചെയ്യും അനഘേ? പോകാതിരുന്നാൽ എന്തുകൊണ്ടാണെന്ന് ഇവിടെയുള്ളവരെല്ലാവരും ചോദിക്കില്ലേ? തൽക്കാലം 1-2 ദിവസത്തേക്ക് എന്തെങ്കിലും കള്ളം പറഞ്ഞ് നിൽക്കാം. അതിനുള്ളിൽ ഇതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. ഇവന്മാരെ പോലുള്ളവർക്കുള്ള പണി കൊടുക്കുന്നത് നല്ല കിണ്ണം കാച്ചിയതായിരിക്കണം. നിന്റെ ദേഹത്ത് തൊട്ടവനെ അങ്ങനെ നമ്മൾ വെറുതെ വിടാൻ പോകുന്നില്ല എന്നൊക്കെ അനഘ ഇപ്പോൾ പറയുന്നുണ്ട്. പിന്നീട് സച്ചിയാണ് കളിക്കുന്നത്. സച്ചി ഇപ്പോൾ അമ്മുവിനെയും ഇന്ദുവിനെയും കൂട്ടി സ്കൂളിലേക്ക് വന്നിരിക്കുകയാണ്. അവരെ സ്കൂളിൽ കൊണ്ട് വിട്ടിരിക്കുകയാണ്. ബെല്ലടിക്കാൻ സമയമായി, വേഗം ചെല്ല് എന്ന് പറയുന്നുണ്ട് സച്ചി. അങ്ങനെ ഇപ്പോൾ അവരെ ആക്കിയതിന് ശേഷം സച്ചി പോകാൻ തുടങ്ങുമ്പോഴാണ് ഗോകുൽ വരുന്നത്. ഗോകുൽ ഗൗരി മോളെ സ്കൂളിലേക്ക് വിടാൻ വന്നതായിരുന്നു. ഗൗരി കാറിൽ നിന്നും ഇറങ്ങുന്നത് കണ്ടിട്ട് മോളെ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട് സച്ചി. മോളെ അച്ഛൻ വൈകിട്ട് വരാം കേട്ടോ എന്ന് പറയുന്നുണ്ട് ഗോകുൽ. ശരി അച്ഛാ എന്ന് ഗൗരിയും പറയുന്നു. അങ്ങനെ ഗോകുൽ ഇപ്പോൾ ഗൗരി മോൾക്ക് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. ഗൗരി തിരിച്ചും ഉമ്മ കൊടുക്കുന്നു. അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞ് അങ്ങനെ പോവുകയാണ് ഇപ്പോൾ ഗൗരി. സച്ചി ഇപ്പോഴും കരുതുന്നത് അത് സച്ചിയുടെ മകളാണെന്നാണ്. സച്ചിയും അർച്ചനയും കരുതുന്നത്. എന്നാൽ അത് ഗോകുലിൻ്റെ മകളാണെന്നുള്ള വിവരം അവർക്ക് 2 പേർക്കും തന്നെ അറിയില്ല. അവരുടെ യഥാർത്ഥ മകൾ അവന്തികയുടെ കൂടെയുള്ള ചിപ്പിയാണ് എന്ന് അവർക്കറിയില്ല. അങ്ങനെ ഇപ്പോൾ സ്വന്തം മകളാണെന്ന് കരുതി ഗൗരിയെക്കുറിച്ച് ഓരോന്നും ആലോചിച്ചിരിക്കുകയാണിപ്പോൾ സച്ചി ഗൗരിയെ സ്കൂളിൽ കൊണ്ട് വിടുന്നതും അച്ഛൻ നേരത്തെ വരണമെന്ന് പറയുന്നതും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. അങ്ങനെ ബാഗൊക്കെ എടുത്ത് സ്കൂളിലേക്ക് വിടുന്നതും സ്കൂളിൽ കൊണ്ടാക്കുന്നതും ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നതും അങ്ങനെ ഓരോന്നും ആലോചിച്ച് നിൽക്കുന്നുണ്ട് സച്ചി. ഗോകുൽ അങ്ങനെ അവിടെ നിന്ന് പോകുന്നു. വീണ്ടും ഓരോന്നും ആലോചിച്ച് വളരെയധികം സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് സച്ചി. ശേഷം കാണിക്കുന്നത് ഇപ്പോൾ ആതിരയാണ്. ആതിര ഇങ്ങനെ വീണ്ടും ആ സംഭവങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത്. അതെന്താണെന്ന് എടുത്ത് നോക്കുന്നു. അപ്പോൾ ആതിരയുടെ ആ ഒരു ഫോട്ടോസൊക്കെ ആയിരുന്നു. അത് കനകാംബരൻ അയച്ചു കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ ആതിരയ്ക്ക്. അതൊക്കെ കണ്ട് പേടിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട് ആതിര. ഈ സമയത്താണ് ഇപ്പോൾ കമല അവിടേക്ക് വരുന്നത്. ഉടനെ തന്നെ ഫോൺ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് ആതിര. നീ എന്താ ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ എന്ന് കമല ചോദിക്കുമ്പോൾ, അതമ്മേ എനിക്കിന്ന് വല്ലാത്തൊരു തലവേദന, ഇന്ന് ലീവാക്കിയാലോ എന്ന് ആലോചിക്കുകയാണ് എന്ന് ആതിര പറയുന്നുണ്ട്. അങ്ങനെ കമല ഇപ്പോൾ ആതിരയുടെ നെറ്റിയിലൊക്കെ തൊട്ട് നോക്കിയിട്ട് പറയുന്നുണ്ട്, ഈ ചൂടൊന്നും ഇല്ലല്ലോ മോളെ, ഈ ഒരു ഇച്ചിരി ബാമിട്ട് പുരട്ടിയാൽ ഈ തലവേദനയൊക്കെ അങ്ങ് പമ്പ കിടക്കും എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആതിരയുടെ ഫോണിലേക്ക് ഇപ്പോൾ ഒരു കോൾ വരുന്നുണ്ട്. വിളിക്കുന്നത് മറ്റാരുമല്ല, കനകാംബരനായിരുന്നു. എന്നാൽ ആതിര ഫോൺ എടുക്കുന്നില്ല. നീ എന്താടി ഫോൺ എടുക്കാത്ത? ആരെങ്കിലും എന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിക്കുന്നതായിരിക്കുമെന്ന് കമല പറയുന്നുണ്ട്. അത് കനകാംബരൻ മുതലാളിയാണ് എന്ന് പറയുന്നുണ്ട് ആതിര. എന്നിട്ടാണോ നീ ഫോൺ എടുക്കാതിരിക്കുന്നത്? ഇങ്ങ് തന്നെ എന്ന് പറഞ്ഞ് ഇപ്പോൾ ആതിരയുടെ ഫോൺ കമല വാങ്ങിച്ചിട്ട് ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ എന്ന് വെക്കുന്നു. ഉടനെ കനകാംബരൻ ഹലോ ആതിര എന്ന് പറയുമ്പോൾ ഉടനെ കമല പറയുന്നുണ്ട്, ആതിരയല്ല, ആതിരയുടെ അമ്മ കമലയാണ്. ആതിര മോൾക്ക് നല്ല തലവേദന, അവളിന്ന് ചിലപ്പോഴേ ഓഫീസിൽ വരികയുള്ളൂ എന്ന് കമല പറയുമ്പോൾ കനകാംബരൻ പറയുന്നുണ്ട്, അയ്യോ ആതിരയുടെ അമ്മ എന്താ ഈ പറയുന്നത്? ഇവിടെ നിന്ന് ഒരുപാട് അത്യാവശ്യ ജോലികളുണ്ട്. ആതിരയോടൊന്ന് വേഗം വരാൻ പറ. അഥവാ ഇവിടെ വന്നതിന് ശേഷം ആതിരയ്ക്ക് തീരെ വയ്യ എന്നുണ്ടെങ്കിൽ ഇവിടെ അടുത്ത് ഹോസ്പിറ്റലുണ്ടല്ലോ, ഞങ്ങൾ തന്നെ കൊണ്ടുപോയിക്കോളാം എന്ന് കനകാംബരൻ കമലയോട് പറയുന്നുണ്ട്. ഞാനൊന്ന് സംസാരിച്ച് നോക്കാമെന്ന് കമല പറയുമ്പോൾ കനകാംബരൻ പറയുന്നു, ഓ അയ്യോ അത് വേണ്ട, ഞാൻ അവളോട് സംസാരിച്ചോളാം, ആ ഫോൺ ഒന്ന് കൊടുത്താൽ മതി എന്ന് പറയുന്നു. അങ്ങനെ കമല ഇപ്പോൾ നിർബന്ധിച്ച് ആതിരയുടെ കയ്യിൽ ആ ഫോൺ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ആതിര ഒരു വളരെയധികം ടെൻഷനോടെ ഒന്ന് പേടിച്ച് പുറത്തേക്ക് ഇറങ്ങി നിന്ന് സംസാരിക്കുന്നുണ്ട്. ആ ഫോട്ടോ മാത്രമല്ല, അതുപോലുള്ള ഒരുപാട് ഫോട്ടോകൾ എൻ്റെ കയ്യിലുണ്ട്. പോരാത്തതിന് വളരെ സുന്ദരമായ കുറേ വീഡിയോകളുമുണ്ട്. പതിവ് പോലെ ഇന്ന് ഓഫീസിലെത്തണം, ഇല്ലെങ്കിൽ ഈ ഫോട്ടോസും വീഡിയോസുമൊക്കെ നിൻ്റെ വീട്ടുകാർ കാണും. അയ്യോ ഞാൻ തന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയതൊന്നുമല്ല കേട്ടോ. മോള് പേടിക്കണ്ട, ഞാൻ ഒരാളെയും കാണിക്കത്തില്ല. പക്ഷേ നിന്നെ എനിക്ക് കാണാതിരിക്കാൻ പറ്റത്തില്ല. പ്ലീസ് വേഗം വാ മോളെ എന്ന് പറഞ്ഞ് ഇപ്പോൾ ഫോൺ വയ്ക്കുകയാണ് കനകാംബരൻ. ഇതൊക്കെ കേട്ട് വളരെയധികം സങ്കടത്തോടെയും ടെൻഷനോടെയും നിൽക്കുന്നുണ്ട് ആതിര. അങ്ങനെ ഇപ്പോൾ കമല വീണ്ടും ആതിരയുടെ അടുത്തേക്ക് വരുന്നു. മോളെ ആദ്യം വേഗം റെഡിയാകാൻ നോക്ക്. മുതലാളി വിളിച്ചതല്ലേ, അയാൾ എത്ര നല്ലവനായിട്ടായിരിക്കും ഇങ്ങനെ ജോലിക്കാരെയൊക്കെ വിളിച്ചത്. 1 മാസത്തെ ശമ്പളമല്ലേ അഡ്വാൻസ് ആയിട്ട് തന്നിരിക്കുന്നേ. മോള് വേഗം ചെല്ലാൻ നോക്കുക എന്നൊക്കെ കമല ഇങ്ങനെ പറയുന്നുണ്ട്. കമല അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നാൽ പേടിയോടെ തന്നെ നിൽക്കുകയാണ് ഇപ്പോൾ ആതിര. അങ്ങനെ ഇപ്പോൾ ആതിര കനകാംബരൻ ഫിനാൻസിലേക്ക് ജോലിക്കായി എത്തിയിട്ടുണ്ട്. അങ്ങനെ ജോലിക്കായി അവിടെ ചെന്നിരിക്കുമ്പോൾ ആ ഗീതമ്മ വന്നിട്ട് പറയുന്നുണ്ട്, ആതിര വന്നാൽ സാറിന് ക്യാമ്പിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്ന്. ഉടനെ ആതിര ചോദിക്കുന്നുണ്ട് എന്തിനാണെന്ന്.
അതെങ്ങനെ എനിക്കറിയാം? ഇന്നലെ ആതിര എപ്പോഴാണ് പോയത്? സാറിന് ആതിരയെ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു എന്നിങ്ങനെ ഗീതമ്മ പറയുമ്പോൾ, ദേ ചേച്ചി അനാവശ്യം പറയരുത് എന്ന് പറഞ്ഞ് ആതിര അവരോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഞാനൊന്നും പറയുന്നില്ലേ, നിങ്ങളായി നിങ്ങളുടെ പാടായി, എന്തായാലും അകത്തോട്ട് ചെല്ല് എന്ന് പറയുകയാണ് ഗീതമ്മ. എന്നാൽ വളരെയധികം ടെൻഷനോടെ തന്നെ ഇരിക്കുന്നുണ്ട് ആതിര ഇപ്പോൾ അവിടെ. ശേഷം കാണിക്കുന്നത് സ്നേഹം മുറ്റം തൂത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് അവിടേക്ക് ഓട്ടോയിൽ അർച്ചന വന്നിറങ്ങുന്നത്. അർച്ചന പർദ്ദ ധരിച്ചുകൊണ്ടാണ് വരുന്നത്. അത് കണ്ടപാടെ തന്നെ സ്നേഹ പറയുന്നുണ്ട് ആയിഷ ചേച്ചി എന്ന്. അങ്ങനെ ഇപ്പോൾ സ്നേഹ കമലയൊക്കെ വിളിക്കുന്നുണ്ട്. ഇതാരാന്ന് നോക്കിയാൽ ആയിഷ ചേച്ചി വന്നിരിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഇപ്പോൾ അകത്തേക്ക് കയറിയിരിക്കുകയാണ് അർച്ചന. ഞാൻ മോളുടെ കാര്യം ഇന്നുകൂടി ഓർത്തതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് കമല. ഉടനെ സ്നേഹ പറയുന്നുണ്ട്, ഇതാണ് മനപ്പൊരുത്തം. അമ്മ മനസ്സിൽ വിചാരിച്ചപ്പോൾ തന്നെ ചേച്ചി വന്നില്ലേ? അമ്മ എന്തിനാ ഇന്ന് എന്നെക്കുറിച്ച് ആലോചിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് അർച്ചന. കാര്യമുണ്ട്. ഞങ്ങളാരും ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് മോളൊരു സഹായവുമായി ഈ വീട്ടിലേക്ക് കയറി വന്നത്. ആ പണം കൊണ്ട് ഞങ്ങൾക്കുണ്ടായ സമാധാനവും സന്തോഷവും ഒരുപാട് വലുതാണ് മോളെ എന്ന് കമല പറയുന്നു. ഇപ്പോൾ അനഘയും അവിടേക്ക് വരുന്നുണ്ട്. ഹായ് ആയിഷ ചേച്ചി എപ്പോഴാണ് വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ അനഘ സുഖമായിട്ടിരിക്കുന്നു എന്ന് അർച്ചന പറയുന്നു. എന്നിട്ട് ആതിര എവിടെ, ജോലി എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഉടനെ കമല പറയുന്നുണ്ട്, മോള് കാരണമാണ് ആതിരയ്ക്ക് ആ ജോലി കിട്ടിയത്. ആദ്യം കയറുമ്പോൾ തന്നെ കുറച്ച് പണം കെട്ടിവെക്കണമായിരുന്നു. മോള് തന്ന ആ പണത്തിൽ നിന്നാണ് കുറച്ച് പണം അവൾക്ക് കൊടുക്കാൻ പറ്റിയത് എന്നൊക്കെ കമല പറയുന്നുണ്ട്. ചേച്ചി ഈ വീട്ടിൽ കാലുകുത്തി, ഈ വീടിൻ്റെ ചരിത്രവും മാറി എന്ന് അനഘയും പറയുന്നു. അനഘ പറഞ്ഞത് 100% സത്യം തന്നെയാണ്. ഇരുളും മൂടി കിടന്ന ഈ വീട്ടിൽ വെളിച്ചം കൊണ്ടുവന്നത് ആയിഷമോള് തന്നെയാണ്. എൻ്റെ അച്ചുമോളുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. മോളിങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുമ്പോഴേ സത്യത്തിൽ എനിക്കെൻ്റെ അച്ചുമോളെ ഓർമ്മ വരികയാണ് എന്നൊക്കെ വളരെയധികം സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് കമല പറയുന്നുണ്ട്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.